ഈ വാഹനം താങ്കൾ ഉദ്ഘാടനം ചെയ്യുകയാണോ? അതെ. അതെ, അടുത്ത മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ? അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇദ്ദേഹം വളരെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് എത്തുമെന്നത് ഒരു ഉറപ്പായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ ഇതൊരു വമ്പിച്ച വിജയമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം 5 തവണ ജയിച്ചിട്ടുണ്ട്. അതെ. പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, 3 വർഷം കൂടി അദ്ദേഹം മത്സരിക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയാണ്, കേരളം. പിന്നെ എനിക്ക് തോന്നുന്നത് ശരിയാണ്. ഒരു ഭരണമാറ്റം കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും അതിയായ ആകാംക്ഷയുണ്ട്. 10 വർഷത്തെ ദുർഭരണവും കെടുകാര്യസ്ഥതയും ഒരു ഭരണമാറ്റം ആവശ്യമാണെന്നത് ശരിക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ മുന്നണിയിലാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന പൊതുവായ അഭിപ്രായം അവർ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അടിസ്ഥാന സൗകര്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, ക്ഷേമം. അടിസ്ഥാന സൗകര്യങ്ങൾ അത്ര മികച്ചതായിരുന്നില്ല. നിങ്ങൾ നോക്കിയാൽ പൊതുവെ അവർ ദേശീയ പാതകളിലേക്കാണ് വിരൽ ചൂടുന്നത്. അത് കേന്ദ്ര ഫണ്ടുകളാണ്. സംസ്ഥാന പാതകൾ അത്ര നന്നായി വികസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ചില യഥാർത്ഥ ആശങ്കകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പല ആശുപത്രികളും, ഈ സ്ഥലം ഒരു കാലത്ത് കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആശുപത്രികൾ ICUവിലാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് താലൂക്ക് തലത്തിലും പ്രാദേശിക തലങ്ങളിലും എത്തുമ്പോൾ നഴ്സുമാരില്ല, മരുന്നുകളില്ല, ഡോക്ടർമാരില്ല. ഇതൊരു ഗുരുതരമായ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ചു. തെരുവിൽ വെച്ച് ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർ പറഞ്ഞു, ഞാനിവിടെ UDFനൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ 10 വർഷമായി LDF വന്നപ്പോഴുണ്ടായ മാറ്റം ഗംഭീരമായിരുന്നു. ആ ആശുപത്രിയിൽ ഒരുപാട് മെച്ചപ്പെട്ടു. എന്നാൽ പിന്നെ അവർ ഭാഗ്യമുള്ള സ്ത്രീ. കാരണം അത് രാഷ്ട്രീയപരമല്ല. അതേ അനുഭവം ഇല്ലാത്ത മറ്റൊരുപാട് സ്ത്രീകളുണ്ട്. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോ മാസങ്ങളോളം ഒരു രോഗിയുടെ ശരീരത്തിനുള്ളിൽ ഒരു കത്രിക ഉപേക്ഷിക്കുന്നു. മറ്റെന്തെങ്കിലും ഉപേക്ഷിക്കുന്നു. 2 ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ നമുക്ക് തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നോട് പറയൂ, ആളുകൾ നിങ്ങൾ പ്രചാരണം നടത്തുമ്പോൾ അവരുടെ നേട്ടങ്ങളെ മറ്റ് നേട്ടങ്ങൾ കൊണ്ട് നിങ്ങൾ നേരിടുന്നില്ല. നിങ്ങൾ കിംവദന്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ BJPയുമായി സഖ്യമുണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇല്ല, ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായൊരു സന്ദേശമുണ്ട്. വാസ്തവത്തിൽ ഇന്നത്തെ എൻ്റെ മുഴുവൻ പ്രസംഗവും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അത് പ്രതിധ്വനിപ്പിച്ചു. അടിസ്ഥാനപരമായി ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരേ ഒരു മുന്നണി ഞങ്ങളാണ്. ഇവർ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്, തങ്ങളുടെ യഥാർത്ഥമോ സാങ്കല്പികമോ ആയ നേട്ടങ്ങളെ പുകഴ്ത്തിക്കൊണ്ട്. തീർച്ചയായും അവരുടെ പരാജയങ്ങൾ, അഴിമതി, അങ്ങേയറ്റം നാണം കെട്ട ശബരിമല സ്വർണ്ണ കുംഭകോണം, അങ്ങനെയുള്ള എല്ലാത്തിനെയും നേരിടേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം ഒരുപാട് ഡാറ്റ നൽകി. അതെ, പക്ഷേ അദ്ദേഹം അത് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കുറപ്പില്ല. ക്ഷമിക്കണം ഉമ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ 2 പ്രസംഗങ്ങളും എനിക്ക് തോന്നുന്നു ഈ പ്രചാരണത്തിൽ നിന്ന് ആളുകൾക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകി. പക്ഷേ ഉയർന്നു വന്ന ഒരു വിമർശനം, തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പേരുകൾ തീർച്ചയായും ഡോക്ടർ തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സ്വയം പിന്മാറി. അദ്ദേഹത്തിൻ്റെ പേരും ഉയർന്നു വന്നിട്ടും. എന്നാൽ അതും ഒരു പരിധിവരെ ആശയക്കുഴപ്പമുണ്ടാക്കി അല്ലേ? അതുപോലെ നിങ്ങളുടെ MP മാർ മത്സരിക്കാൻ ആഗ്രഹിച്ചതും മറ്റും കാരണം കാലതാമസവും. എന്നോടാണോ ചോദിക്കുന്നത് അതോ നിങ്ങളോടാണോ? ഇല്ല, നോക്കൂ, എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. പക്ഷേ മത്സരിക്കാൻ ആഗ്രഹിച്ച MP മാരെല്ലാം നല്ല ആളുകളാണ് എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ സാധ്യതയുള്ളൊരു വിജയത്തെ അവർ ഉറപ്പായ ഒരു വിജയമാക്കി മാറ്റിയേനെ. അതുകൊണ്ട് ഞാൻ അനുകൂലമായിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു നല്ല കാര്യം എല്ലാവരും അനുസരിച്ചു എന്നതാണ്. നിരാശരായവരും പ്രതീക്ഷകളുണ്ടായിരുന്നവരും എല്ലാം മാറ്റിവെച്ച് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്. ഗുരുതരമായ ഒരു വിമത സ്ഥാനാർത്ഥിത്വത്തിൻ്റെയോ പരസ്യമായ എതിർപ്പിൻ്റെയോ ഒരൊറ്റ സംഭവം പോലുമില്ല. എല്ലാവരും അവിടെ കോൺഗ്രസിന് ഇത് അസാധാരണമാണ്. കോൺഗ്രസിനും GPS-നും ഇത് അസാധാരണമാണ്. അതെ, ഇവിടെ നിർത്തോ. നിങ്ങൾക്ക് ആ പരിപാടിക്ക് പോകാം. അതെ, അത് ഏകദേശം കഴിഞ്ഞു. നിങ്ങൾ ഒരു വാക്കും മിണ്ടിയില്ല. നിങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതെ. പോസിറ്റീവ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു യാത്ര നടത്തി. വടക്ക് നിന്ന് തെക്കോട്ട് 1 മാസം എടുത്തു. ശരി. ഞങ്ങളുടെ ഈ ആശയങ്ങളും പദ്ധതിയും ഭാവിയും ഗവേഷണവുമെല്ലാം ഞങ്ങൾ പ്രചരിപ്പിച്ചു. സർക്കാർ എവിടെയൊക്കെ പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഞങ്ങൾക്ക് ബദൽ പരിപാടികളുണ്ട്. നമ്മളിതെല്ലാം പ്രചാരണത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ഇത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ പരിപാടികൾ
കൊണ്ടുവരികയാണ്. ഉദാഹരണത്തിന് സർവകലാശാലകൾ, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോജെനറ്റിക്സ്, ഈ കോഴ്സുകളെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മസ്തിഷ്ക ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുവജനങ്ങൾ വിദേശത്ത് പുതിയ കോഴ്സുകൾ തേടുകയാണ്. ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ കോഴ്സുകൾ നമ്മുടെ സർവകലാശാലകളിൽ ആരംഭിക്കാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വേണം. ഞങ്ങളൊരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ അവതരിപ്പിക്കാൻ പോകുന്നു. തൊഴിൽ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് അതെ, ആഗോളതലത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പുതിയ കോഴ്സുകൾ അവതരിപ്പിക്കാൻ പോകുന്നു. ഞങ്ങൾ പാഠ്യപദ്ധതി പുനഃക്രമീകരിക്കും. അവർക്ക് ജോലികൾ ലഭിക്കും. ഒരു കാര്യം മാത്രം, രണ്ടുപേരും നിങ്ങൾക്കറിയാമോ, ആവർത്തിച്ചവർ ചിന്തിക്കുന്നത് ഞങ്ങൾ തൊഴിലുടമകളെ അത്ര നന്നായി പരിഗണിക്കുന്നില്ല. ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. ആ 6 ലക്ഷം കോടി രൂപ, ഈ കടം, നമ്മൾ സംസാരിക്കുന്ന ആ സമ്പദ് വ്യവസ്ഥ, അത് തിരുത്താൻ നിങ്ങൾക്ക് എന്ത് പദ്ധതിയാണുള്ളത്? കാരണം വീണ്ടും ഒരു കോൺഗ്രസ് സർക്കാരാണെങ്കിൽ കേന്ദ്രം എന്ന് നിങ്ങൾ പറയും. നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കൂടുതൽ ബിസിനസ്സുകൾ കൊണ്ടുവരുമ്പോൾ കൂടുതൽ വരുമാനമുണ്ടാകും. ഞങ്ങൾ ഗൗരവമായി നിക്ഷേപം ആകർഷിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ചെങ്കൊടി വീശുന്നവരല്ല ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യാൻ ഇവിടെയുണ്ട്. അതൊരു ചുവന്ന പരവതാനിയായിരിക്കും. കൂടാതെ ഞങ്ങളൊരു നിക്ഷേപക സംരക്ഷണ നിയമം കൊണ്ടുവരാൻ പോകുന്നു. നിക്ഷേപകർക്ക് അവരുടെ പണം സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പു നൽകാനായി ഞങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി ഒരു ഏകജാലക ക്ലിയറൻസ് സംവിധാനത്തിനായി പോവുകയാണ്. അല്ലാതെ സർക്കാർ ഏകജാലകം എന്ന് വിളിക്കുന്ന ഒറ്റ പോർട്ടൽ എന്നല്ല. ഞങ്ങൾക്ക് ഒരു ഏകജാലകം വേണം. ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ ഒരു മുദ്രാവാക്യത്തെക്കാൾ ഉപരിയാക്കി മാറ്റാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. GST ഒരു കൺസ്യൂമർ പോയിന്റ് ടാക്സ് ആണ്. യഥാർത്ഥത്തിൽ GSTയുടെ 1ാം നമ്പർ ഗുണഭോക്താവ് കേരളം ആകുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സർക്കാർ അവർ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും ഇവിടെ നിലവിലുള്ള സംവിധാനം എന്തെന്നാൽ, കഴിഞ്ഞ 5 വർഷമായി ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദയവായി നിങ്ങൾ GST വ്യവസ്ഥകൾക്കനുസരിച്ച് നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണമെന്ന്. നിർഭാഗ്യവശാൽ അവർ അത് ചെയ്തിട്ടില്ല. 1 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ നികുതി വളർച്ച വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ ഇത് 8% മുതൽ 30% അധികം വരെയാണ്. നിങ്ങളുടെ പ്രസംഗത്തിലും നിങ്ങൾ ഒരുപാട് സ്ത്രീകളിലേക്ക് എത്തുകയും നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പല പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്ന് എനിക്കറിയാം, ബസ് യാത്രയും മറ്റും ഉൾപ്പെടെ. ഇങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിങ്ങൾ സംസാരിക്കേണ്ടത് ഇതിന് വിപരീതമായ കാര്യങ്ങളെക്കുറിച്ചല്ലേ? KSRTC, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് LCD ബോർഡ്, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്നിവയെ സ്വയം പര്യാപ്തമാക്കാൻ ഞങ്ങൾക്ക് പദ്ധതികളുണ്ട്. ആ കോർപ്പറേഷനുകൾ പക്ഷേ കേരളം ബുദ്ധിമുട്ടുകയാണ്. കൃത്യമായി. ഇല്ലില്ല, അത് ഞങ്ങളുടെ രീതിയല്ല. ഞങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ കോർപ്പറേഷനുകൾ സ്വയം പര്യാപ്തമാകും. ഉദാഹരണത്തിന് കഴിഞ്ഞ 12 മാസമായി വിലക്കയറ്റത്തിൽ കേരളം 1ാം സ്ഥാനത്താണ്. കാരണം സർക്കാരിന് വിപണിയിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. വിപണന ഏജൻസി, മാർക്കറ്റ് ഇന്റർവെൻഷൻ ഏജൻസി, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. ഞങ്ങൾക്ക് പദ്ധതികളുണ്ട്. ഞങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മുളക്. വിളവെടുപ്പ് കാലത്ത് ഗുണ്ടൂരിൽ നിന്ന് 25 രൂപയ്ക്ക് ഞങ്ങൾക്ക് മുളക് ലഭിക്കുന്നു. കൂടാതെ നമുക്ക് അത് ഇവിടെ വളർത്താനും കഴിയും. നമുക്ക് സംഭരണ സൗകര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഓഫ് സീസണിൽ നമുക്കത് മറ്റൊരു വിലയ്ക്ക് വിൽക്കാൻ കഴിയും. അതൊരു സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. കൃത്യമായി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഞങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അവതരിപ്പിക്കാൻ പോകുന്നു. സാമൂഹിക രംഗത്ത് അതെ, കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ കാര്യങ്ങളിലൊന്ന് എല്ലാ മതപരവും ജാതീയവുമായ വ്യത്യാസങ്ങൾക്കിടയിലും അതൊരു സമാധാനപൂർണമായ സമൂഹമാണ് എന്നതാണ്. തീർച്ചയായും ഒരു ശത്രുതയുമില്ല. ഇതാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. എന്നാൽ നിങ്ങൾ മതവിഭാഗങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നുവെന്ന് ആളുകൾ ഇപ്പോൾ പറയുന്നു. ഇല്ല, അത് ശരിയല്ല. ജമാഅത്തെ ഇസ്ലാമി IUMLനെ പിന്തുണയ്ക്കുന്നത് പോലെ കുറച്ച് മൗലികവാദികളായി മാറുന്നവരെ നിങ്ങൾ കണ്ണടയ്ക്കുകയാണ്. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമാണ്. ഇത് കൂടുതൽ ശത്രുതാപരമായി മാറുമോ? ഒരുപക്ഷെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെപ്പോലെ അക്രമാസക്തമാകുമോ? ഇല്ല, ഞങ്ങൾക്കത് വേണ്ട. അതിൽ കേരളം തികച്ചും വ്യത്യസ്തവും മനോഹരവുമാണ്. കേരളം വ്യത്യസ്തമാണ്. ഞങ്ങളുടെ ചരിത്രം വ്യത്യസ്തമാണ്. ഞങ്ങളുടെ സംസ്കാരം വ്യത്യസ്തമാണ്. അതെ. അനാദികാലം മുതൽ നമ്മൾ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് ജീവിച്ചു പോരുന്നു. എല്ലാ മതവിശ്വാസങ്ങളും സമാധാനത്തോടെയാണ് ഇവിടേക്ക് വന്നത്. ഒന്നുപോലും വാളുമായിട്ടല്ല വന്നത്. അതെ. ബാബിലോണിയക്കാരിൽ നിന്നും പിന്നെ റോമാക്കാരിൽ നിന്നും ഓടി രക്ഷപ്പെടുമ്പോഴാണ് ജൂതന്മാർ വന്നത്. ക്രിസ്ത്യാനികൾ വന്നത് വിശുദ്ധ തോമസിനൊപ്പമാണ്. സംശയിച്ച തോമസ്, സംശയാലുവായ തോമസ്, ഞാൻ
ആ അപ്പസ്തോലൻ. ഇസ്ലാം മതം വന്നത് ഒരു ആക്രമണകാരിയായ വിശ്വാസമായിട്ടല്ല, മറിച്ച് 1000 വർഷങ്ങളായി അറബിക്കടൽ കടന്ന് കച്ചവടം ചെയ്യാനും ഇവിടെ താമസമാക്കാനും ഇവിടുത്തെ ജനങ്ങളുമായി ഇടകലർന്നു ജീവിക്കാനും എല്ലാ വർഷവും തിരിച്ചു പോകാനും വന്നിരുന്ന എൻ്റെ ആളുകളുടെ ഉപദ്വീപിൽ നിന്നുള്ള ഒരു വാർത്തയായിട്ടായിരുന്നു. അവർ വന്നു പറഞ്ഞു, ഹേയ്, ഞങ്ങളുടെ ഉപദ്വീപിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ രാജാക്കന്മാരിലൊരാൾ ഒരു വഞ്ചിയിൽ കയറി അങ്ങോട്ട് പോയി. എന്നാൽ ഇന്ത്യക്ക് ഇപ്പോൾ വളരെ രോഗം ബാധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതാണ് നമ്മുടെ ചരിത്രം. ഈ ചരിത്രം ഇല്ലാതാകാൻ നമ്മൾ അനുവദിക്കുകയുമില്ല. രണ്ടാമതായി, പക്ഷേ ആശ്രയിക്കുന്നത് അദ്ദേഹവും ഞാനും വരുന്നത് ഈ 3 മതങ്ങളും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നാണ്. അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളും മസ്ജിദുകളും പള്ളികളുമുണ്ട്. എനിക്കും അത് തന്നെയുണ്ട്. എൻ്റെ സെൻട്രലിൽ, കേരളത്തിന്റെ തലസ്ഥാനമായ പാളയം സ്ക്വയറിൽ നിങ്ങൾക്ക് ഈ ഗംഭീരമായ സെന്റ് കാണാം. ജോസഫ് കത്തീഡ്രൽ, ഏറ്റവും വലിയ പള്ളിയായ പാളയം ജുമാ മസ്ജിദിന് നേരെ എതിർവശത്തായി. അതിനോട് ചേർന്ന് ഏറ്റവും പഴക്കമുള്ള കീപ്പ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചില ഡാറ്റ നൽകാം. അതാണ് കേരളം. ഞങ്ങളിത് വിട്ടുകളയാൻ പോകുന്നില്ല. ഇല്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഡാറ്റ നൽകാം. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ LDFനുള്ള 30% അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇരട്ടിയാണ്, 2 മടങ്ങ് 60% ലഭിച്ചിട്ടുണ്ട്. അതെ, അവരാണ് നിങ്ങളെ അധികാരത്തിൽ നിർത്തുന്നത്. എന്തുകൊണ്ട് കൂടാതെ? പിന്നെ ഹിന്ദുക്കൾ, നിങ്ങൾക്ക് LDFനേക്കാൾ കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങൾ അടിസ്ഥാനപരമായി 2 മതങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അത് പൂർണ്ണമായും ന്യായമല്ല. കാരണം ഹിന്ദു വോട്ടുകളില്ലാതെ ഞങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇല്ല, പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 പേർ, അതാണ് നിങ്ങളെ ശരിക്കും പിടിച്ചു നിർത്തുന്നത്. ഞാൻ പറയും, ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആസ്വദിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഏത് സമൂഹത്തിലും ന്യൂനപക്ഷങ്ങൾ. ഇവിടെ ന്യൂനപക്ഷങ്ങൾ 45%. 47. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കൃത്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ, അവരുടെ മതം ഏതു തന്നെയായാലും അവർക്ക് സുരക്ഷിതത്വം തോന്നണം. സംസ്ഥാനത്തിലും അതിൻ്റെ ഭാവിയിലും തങ്ങൾക്ക് പങ്കുണ്ടെന്ന് തോന്നണം. അവരുടെ ബഹുമാനത്തിനും ആശങ്കകൾക്കും സർക്കാർ ചെവി കൊടുക്കുമെന്ന് അവർക്ക് തോന്നാൻ കഴിയണം. അത്രമാത്രമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മുടെ സംസ്ഥാനം മതേതര കേരളമാണെന്ന് പ്രഖ്യാപിക്കും. അത് കേൾക്കുന്നത് വളരെ പ്രധാനമാണ്. അത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഷോ അവസാനിപ്പിക്കാൻ ഇതൊരു നല്ല ഉപസംഹാരമാണ്. എനിക്ക് അവസാനമായി നമ്മുടെ സംസ്ഥാനം മതേതരമാണെന്ന് നമ്മൾ രാജ്യം മുഴുവൻ പ്രഖ്യാപിക്കും. അച്ചായ, എനിക്ക് അവസാനമായി ഒരു കാര്യം. ഞാനിവിടെ സാറിൻ്റെയും പിണറായിയുടെയും മറ്റു പലരുടെയും പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അവർക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ട്: നിങ്ങളെല്ലാവരും പുഞ്ചിരിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനു വേണ്ടി ഞങ്ങൾക്ക് ഒരു പുഞ്ചിരി തരൂ. പുഞ്ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവസാനമായി അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക, UDFനും വോട്ട് ചെയ്യുക. വലിയൊരു പുഞ്ചിരി പ്ലേ ചെയ്യുന്നു.